ടോപ്പിക് എന്താന്ന് വെച്ചാൽ ഫോർമുല മിൽക്ക് കൊടുക്കുന്ന അമ്മമാരുണ്ടല്ലേ. ബ്രസ്റ്റ് മിൽക്കാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത്. കൂടുതൽ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നത് ബ്രസ്റ്റ് മിൽക്കിലാണ്. പിന്നെ പാലില്ലാത്ത സിറ്റുവേഷൻ വരുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫോർമുല മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാറ് അല്ലേ. അതുപോലെ തന്നെ പെട്ടെന്ന് ജോലിക്ക് പോകേണ്ടി വരുന്ന അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്ക് ഫോർമുല മിൽക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും നല്ലത് എപ്പോഴും ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫോർമുല മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ട് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ ഫോർമുല മിൽക്ക് വാങ്ങിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ്. നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. എക്സ്പയറി ഡേറ്റ് ഒന്നും മാറിപ്പോവാൻ പോലും പാടില്ല. ഡേറ്റ് ഒരു തരി പോലും തെറ്റാൻ പാടില്ല, കാരണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ എക്സ്പയറി ഡേറ്റ് നമ്മൾ കൃത്യം നോക്കിയിട്ട് വേണം അത് മേടിക്കാനായിട്ട്. പിന്നെ ചെയ്യേണ്ട കാര്യം, അത് മേടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അതെങ്ങനെയാണ് കറക്റ്റ് റേഷ്യോയിൽ മിക്സ് ചെയ്യേണ്ടത് വരെ അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് റീഡ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആ പാക്കറ്റ് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ആ പാക്കറ്റ് യൂസ് ചെയ്യുമ്പോൾ അതൊരിക്കലും പൊട്ടിച്ചിട്ട് ഒരുപാട് കാലം കഴിഞ്ഞ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ 2-3 ആഴ്ച കഴിഞ്ഞ് യൂസ് ചെയ്യാനോ ഒന്നും പാടില്ല. ഒരു പാക്കറ്റ് എപ്പോഴും 3 വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും യൂസ് ചെയ്യരുത്, കാരണം കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം 3 വീക്സിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ എപ്പോഴും ഫസ്റ്റ് അത് കൊടുക്കുന്നതിനെക്കാട്ടി മുന്നേ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പീഡിയാട്രീഷ്യനെ കണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട പലതരത്തിലുള്ള ഫോർമുല മിൽക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഫോർമുല മിൽക്ക് ഏതാണ്, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പല ടേസ്റ്റാണ്. ചില കുഞ്ഞുങ്ങൾക്ക് സിംലാക്ക് ആണ് ഇഷ്ടം, ചില കുഞ്ഞുങ്ങൾക്ക് അപ്റ്റാമിലെ, നാൻപ്രോ, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പീഡിയാട്രീഷ്യനെ കണ്ടിട്ട് അവരുടെ കൂടെ ഒപ്പീനിയൻ എടുത്തിട്ട് വേണം നമ്മൾ ഫോർമുല മിൽക്ക് കൊടുക്കാനായിട്ട്. പ്രത്യേകിച്ച് 6 മാസം നമ്മൾ മുലപ്പാൽ 6 മാസം ഫുഡൊന്നും കൊടുക്കാതെ മുലപ്പാൽ കൊടുക്കുന്ന ആ ഒരു സമയത്താണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ മുലപ്പാൽ കൊടുക്കുന്ന പോലെ 2 hours ഗ്യാപ്പ് ഇട്ടിട്ട് ഫോർമുല മിൽക്ക് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പീഡിയാട്രീഷ്യനെ കണ്ടിട്ട് ഡോക്ടറുടെ ഒപ്പീനിയൻ കൂടി ചോദിച്ച് എത്ര അവേഴ്സ് കൂടുമ്പോൾ കൊടുക്കണം എന്നൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഫോർമുല മിൽക്ക് കൊടുക്കുന്ന ഫീഡിങ് ബോട്ടിൽസ് നന്നായി സ്റ്റെറൈൽ ചെയ്തിരിക്കണം. അത് നന്നായി കഴുകി വാഷ് ചെയ്ത് ചൂടുവെള്ളത്തിലൊക്കെ നന്നായി കഴുകിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ കിട്ടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഫോർമുല മിൽക്ക് ഉണ്ടാക്കുന്ന വാട്ടർ 5 മിനിറ്റ് എന്തായാലും തിളപ്പിച്ചിരിക്കണം. തിളപ്പിച്ച് നമുക്ക് അപ്പം തന്നെ വേണമെങ്കിൽ കലക്കി കൊടുക്കാനാണെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അറിയുന്ന സമയത്താണ് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഉണ്ടാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാസ്കിൽ ഒരു നല്ല ചൂടല്ല എങ്കിലും അത് കലങ്ങാനുള്ള ആ ഒരു ചൂടിൽ ഫ്ലാസ്കിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് കരയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ പുറത്ത് പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഫോർമുല മിൽക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ നമുക്ക് ഫ്ലാസ്കിൽ വെള്ളം കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അവർക്ക് കലക്കി കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഒരുപാട് മണിക്കൂറുകളോ അല്ലെങ്കിൽ ഒരുപാട് നേരത്തേക്കൊന്നും അത് കലക്കി എടുത്ത് വെക്കാനായിട്ട് പാടില്ല. നമ്മൾ അത് ഫോർമുല മിൽക്ക് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ കുട്ടിക്ക് കൊടുത്ത് തീർക്കുക. പിന്നെ എടുത്ത് വെക്കുകയാണ്, ആ സമയത്ത് കുഞ്ഞ് ഉറങ്ങിപ്പോവേ അങ്ങനെ എന്തെങ്കിലും ആണ്, പിന്നെ കുടിക്കുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഒരു 30 മിനിറ്റ് ഏകദേശം എടുത്ത് വെക്കാനായിട്ട് പാടുള്ളൂ. 30 മിനിറ്റ് കഴിഞ്ഞിട്ടും ഫോർമുല മിൽക്ക് ബാക്കിയുണ്ടെങ്കിൽ അത് കളഞ്ഞേക്കുക, അത് പൊക്കോട്ടെ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പാടില്ല, കാരണം അവർക്ക് ലൂസ് മോഷനോ വോമിറ്റിങ്ങോ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷനായിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് സമയം അത് എടുത്ത് വെക്കേണ്ട, അപ്പോൾ കൊടുക്കുക എന്നല്ലാതെ എടുത്ത് വെക്കാനായിട്ട് ഒരിക്കലും പാടില്ല. പിന്നെ നമ്മൾ ഫോർമുല മിൽക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കറക്റ്റ് റേഷ്യോയിൽ വേണം അത് കലക്കാനായിട്ട്. കറക്റ്റ് റേഷ്യോ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കലക്കി കൊടുക്കണം. ഒരു തരി വെള്ളം കൂടാനോ അതുപോലെ പൊടി കൂടാനോ ഒരിക്കലും പാടില്ല. അതിൽ ഇത്ര ml വാട്ടറിൽ ഇത്ര സ്കൂപ്പ് എന്നുണ്ട്, അത് കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ 30 ml വാട്ടറിന് കറക്റ്റ് 1 സ്കൂപ്പാണ് യൂസ് ചെയ്യുക. അതുപോലെ 60 ml വാട്ടർ ആണെങ്കിൽ കറക്റ്റ് 2 സ്കൂപ്പ്, 90 ml ആണെങ്കിൽ 3 സ്കൂപ്പ്. അപ്പോൾ നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ കറക്റ്റ് റേഷ്യോ എന്താണോ അതിൽ വെള്ളം കൂടാൻ പാടില്ല, പൊടി എക്സ്ട്രാ കൂടാനും പാടില്ല. നമ്മൾ വെള്ളം അധികം കൂടിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കിഡ്നി റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ പൊടി കൂടുകയാണെങ്കിൽ അതിൽ വാട്ടർ കണ്ടൻറ്റ് കുറയുകയാണെങ്കിൽ
കുഞ്ഞുങ്ങൾക്ക് ഡീഹൈഡ്രേഷനും ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കറക്റ്റ് റേഷ്യോയിൽ തന്നെ അത് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. നമ്മളെ കുഞ്ഞുങ്ങൾക്ക് അത് ആദ്യമായിട്ടാണ് ഫോർമുല മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം. കൊടുത്തു കഴിഞ്ഞാൽ ചില കുഞ്ഞുങ്ങൾക്ക് അത് അലർജിക് റിയാക്ഷനായിട്ട് വരാറുണ്ട്. മേൽ ഇച്ചിങ്, റെഡ്നെസ്, വോമിറ്റിങ്, ലൂസ് മോഷൻ, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആദ്യം നമ്മൾ കൊടുത്തതിന് ശേഷം അവർക്ക് എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം പിന്നീട് അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ നല്ല ഫോർമുല മിൽക്ക് എന്ന് പറയുന്നത് നാൻപ്രോ, അപ്റ്റാമിൽ, സിംലാക്ക് അങ്ങനെ ഒത്തിരി ഉണ്ട്. ഞാൻ മോൾക്ക് കൊടുത്തിരുന്നത് നാൻപ്രോയാണ്. ഇപ്പോഴും ഞാൻ നാൻപ്രോയാണ് കൊടുക്കുന്നത്. അപ്പോൾ ചിലവർക്കത് വേറെ ബ്രാൻഡ് കൊടുക്കാനാവും ഇഷ്ടം, ചിലവർക്ക് സിംലാക്ക് ആയിരിക്കും. കുഞ്ഞുങ്ങളുടെ ടേസ്റ്റിനും അത് മാറ്റം വരും. എൻ്റെ മോള് അപ്റ്റാമിൽ മേടിച്ചു കൊടുത്തിട്ട് അത് കുടിക്കാൻ ഒട്ടും താല്പര്യപ്പെട്ടിരുന്നില്ല. അവൾക്കത് ഇഷ്ടമല്ല, തുപ്പൊക്കെ ആയിരുന്നു, അവൾക്കത് കുടിക്കുന്നില്ല. അപ്പോൾ ഞാൻ നാൻപ്രോയാണ് യൂസ് ചെയ്തിരുന്നത്. നാൻപ്രോ അവൾ കുടിക്കുന്നുണ്ട്. അപ്പോൾ ചില കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങളാണത്. ചില കുഞ്ഞുങ്ങൾക്ക് സിംലാക്ക് ആയിരിക്കും ഇഷ്ടം, ചില കുഞ്ഞുങ്ങൾക്ക് അപ്റ്റാമിലാവും, ചില കുഞ്ഞുങ്ങൾക്ക് നാൻപ്രോയാണ്. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഏതാണോ കംഫർട്ട്, അവരേതാണോ കുടിക്കുന്നതെങ്കിൽ അത് നോക്കി വാങ്ങിക്കാനായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഫോർമുല മിൽക്കിനെ കുറിച്ചിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാനായിട്ട് ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബൈ.